بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الإكسير എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തുൽ യഖീൻ ദൃഢതയുമായി ബന്ധപ്പെട്ട് യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢത, പൊതുവെ ഈമാനിനുള്ള ദൃഢതക്കാണ് നമ്മൾ ഈ പദം ഉപയോഗിക്കാറുള്ളത്. യഖീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വഹു മിനൽ ഈമാനി ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. ഈമാനുമായി ബന്ധപ്പെട്ട് അഥവാ വിശ്വാസവുമായി ബന്ധപ്പെട്ട് യഖീൻ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൽ റൂഹിന്റെ സ്ഥാനം എത്രയാണോ അതുപോലെയാണ് ഈമാനിൽ യഖീനിന്റെ സ്ഥാനം. ഒരു ശരീരത്തിൽ റൂഹിന്റെ സ്ഥാനം എത്രയാണോ അതുപോലെയാണ് ഈമാനിൽ യഖീനിന്റെ സ്ഥാനം. അത് നമുക്കറിയാം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലും അതുപോലെ തന്നെ പരലോകത്തിലും ഗൈബി ആയിട്ടുള്ള, അവൻ കാണാത്ത, അവൻ കേൾക്കാത്ത, അവൻ സ്പർശിക്കാത്ത, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ അനുഭവിക്കാൻ സാധിക്കാത്ത ധാരാളം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുവനാണ് മുഅ്മിൻ. ആ ഈമാനിൽ ദൃഢതയുണ്ടാവുക അഥവാ ദൃഢമായ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ഒരു ശരീരത്തിൽ റൂഹുണ്ടാകുന്ന പോലെയാണ്. ശരീരത്തിൽ റൂഹില്ലെങ്കിൽ എന്താണ്? മയ്യിത്താണ്, ഒന്നിനും ഉപകരിക്കാത്ത മയ്യിത്താണ്. അപ്പോൾ അതുപോലെയാണ് ഈമാനിൽ യഖീൻ എന്ന് പറഞ്ഞാൽ. വഫീഹി തഫാളുൽ ആരിഫൂൻ. ഈ യഖീനിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനെ അറിയുന്ന ആളുകളുടെ പദവികൾ വ്യത്യാസപ്പെടുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അറിയുന്ന ആളുകൾ അവരുടെ ദറജകളിൽ വ്യത്യാസം വരുന്നത് അവരുടെ യഖീനിന്റെ അളവിലെ വ്യത്യാസം അനുസരിച്ചാണ്. വഫീഹി തനാഫുസുൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ മത്സരിക്കുന്നത് ഈ യഖീനിന്റെ ഉന്നതമായ ദറജകളും മർത്തബകളും നേടിയെടുക്കാനാണ്. വഇലൈഹി ശമ്മറൽ ആമിലൂൻ. കർമ്മങ്ങൾ ചെയ്യുന്നവർ, പ്രവർത്തിക്കുന്നവർ, അവർ പ്രധാനമായും അവർ ഉന്മേഷത്തോടു കൂടി പണിയെടുക്കുന്നത് ഈ ഒരു യഖീൻ നേടിയെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമാണ്. വഅമലുൽ ഖൗമി ഇന്നമാ കാന അലൈഹി. അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള, അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങളെല്ലാം ഈ യഖീനിന്റെ മേലെയാണ് നിലകൊള്ളുന്നത്. വൈശാറാത്തുഹും കുല്ലുഹാ ഇലൈഹി. അവരുടെ എല്ലാവിധ ചലനങ്ങളും അല്ലെങ്കിൽ എല്ലാ രീതികളും അവരുടെ ദിശയും എല്ലാം യഖീനിലേക്കാണ്. വൈദാ തസവ്വജ സ്വബ്റു ബിൽ യഖീൻ. ഇനി യഖീനോടുകൂടി സ്വബ്ർ കൂടി കൂടിച്ചേരുകയാണെങ്കിലോ, മൻസിലത്ത് സ്വബ്ർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ യഖീനോടുകൂടി സ്വബ്ർ കൂടി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിലോ, വുലിദ ബൈനഹുമാ ഹുസൂലുൽ ഇമാമത്തി ഫിദ്ദീൻ. അങ്ങനെ ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ അവൻ അതിലൂടെ ഉണ്ടാകുന്നത് ഈ ദീനിലെ ഇമാമത്താണ്. ഒരാൾക്ക് യഖീനും സ്വബ്റും ഉണ്ടാവുകയാണ് എങ്കിൽ പിന്നെ അവന് നേടിയെടുക്കാൻ പറ്റുന്നത് ദീനിന്റെ ഇമാമത്തിന്റെ സ്ഥാനമാണ്. ഖാല തആല സൂറത്ത് സജ്ദയിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. വജഅൽനാ മിൻഹും, അവരിൽ നിന്ന് നാം ആക്കി, അഇമ്മതൻ, ഇമാമിങ്ങളെ, യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം മാർഗനിർദ്ദേശം കാണിക്കുന്ന അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്ന. എന്തുകൊണ്ടാണ് കിട്ടിയത്? ലമ്മാ സ്വബറു, അവർ ക്ഷമ അവലംബിച്ചപ്പോൾ, വകാനൂ ബിആയാതിനാ യുഖിനൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ യഖീനുള്ളവരായിരുന്നു. ഈ സ്വബറും യഖീനും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് ഷൈത്താന് മനുഷ്യന്റെ മേലെയുള്ള രണ്ട് ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുബ്ഹത്തും ഷഹ്വത്തുമാണ്. ശുബ്ഹത്ത് എന്നുള്ളത് ഇൽമിനെ ബാധിക്കുന്ന, ഒരാളുടെ അറിവിനെ ബാധിക്കുന്ന സംശയങ്ങൾ അത് ഇട്ടുതരിക എന്നുള്ളതാണ്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ, അവന്റെ ദേഹത്തേക്കനുസരിച്ച് കൊണ്ട് പിഴച്ച കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനെതിരെ മനുഷ്യന് പോരാടണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ടത് ശുബ്ഹത്തുകൾക്കെതിരെയാണെങ്കിൽ ഇൽമിൽ യഖീൻ നേടുക എന്നുള്ളതാണ്. അവന്റെ അറിവിൽ യഖീൻ നേടുക എന്നുള്ളതാണ്. ഷഹ്വത്തുകൾക്കെതിരെയാണ് എങ്കിൽ അവന്റെ അമലിൽ സ്വബ്ർ ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വബ്റോടുകൂടി സൽക്കർമ്മങ്ങൾ മുന്നിട്ട് പാപങ്ങളിൽ നിന്ന് ഒഴിവായി അതിൽ സ്വബ്ർ കാണിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ രണ്ടായുധം. പിശാചിന്റെ രണ്ടായുധം ശുബ്ഹത്തും ഷഹ്വത്തുമാണ്. മനുഷ്യന്റെ രണ്ടായുധം അതിനെ പ്രതിരോധിക്കാനുള്ളത് യഖീനും സ്വബ്റുമാണ്. അപ്പൊ ഈ രണ്ട് ആയുധങ്ങൾ ഏറ്റവും മൂർച്ച കൂട്ടിയ അവസ്ഥയിൽ നമ്മുടെ അടുക്കൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ഉള്ളത്, അവനാണ് ദീനിന്റെ ഇമാമത്തിന്, ദീനിൽ ഉന്നതമായ സ്ഥാനത്തിന് യോഗ്യനായിട്ടുള്ളത്.
ഫൽയഖീൻ എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു യഖീൻ റൂഹു അഅ്മാലിൽ ഖുലൂബ് അല്ലതി ഹിയ അർവാഹു അഅ്മാലിൽ ജവാരിഹ്. യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഅ്മാലുൽ ഖുലൂബ് ഖൽബിന്റെ പ്രവർത്തനങ്ങളുടെ റൂഹാണ്. ഖൽബിന്റെ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ഭയം, തവക്കുല്, പ്രതീക്ഷ, അതുപോലുള്ള ധാരാളം കാര്യങ്ങൾ. അതിന്റെ റൂഹാണ് എന്ത് യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഖൽബിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അഅ്മാലുൽ ഖുലൂബ് എന്താണ്? അഅ്മാലുൽ ജവാരിഹിന്റെ റൂഹാണ്. അഥവാ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൽബ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഒരാൾ ഇബാദത്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാൾ സ്വതക്ക ചെയ്യാണ്, നിസ്കരിക്കുകയാണ്, നോമ്പ് വെൽക്കുകയാണ്. ആ ഒരു കാര്യത്തിന്റെ റൂഹ് എവിടെ കിടക്കുന്നത്? അവന്റെ ഖൽബിൽ എത്രത്തോളം അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട്, ഭയമുണ്ട്, പ്രതീക്ഷയുണ്ട്, ഇത് വെച്ചിട്ടാണ്. ഈ ഖൽബിന്റെ പ്രവർത്തനങ്ങളുടെ റൂഹ് എന്താണ്? യഖീനാണ്. എന്നിട്ട് പറയാണ് വഹുവ ഹഖീഖത്തു സിദ്ദീഖിയ്യ. ഒരാൾ സിദ്ദീഖാണ് എന്നതിന്റെ സത്യസന്ധത അവനുണ്ട് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ഈ യഖീനിലൂടെയാണ് ഉണ്ടാകുന്നത്. വഹുവ ഖുത്ബുർ റഹാ ഹാദാ അശ്ശഅനി അല്ലദീ അലൈഹി മദാറുഹു. ഇതാണ്, ഈ യഖീനാണ് ദീനിന്റെ എല്ലാ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ അഅ്മാലുൽ ഖുലൂബിന്റെ എല്ലാതിന്റെയും നെടുന്തൂൺ എന്ന് പറയുന്നത് യഖീനാണ്. ഇതിനെ ചുറ്റിയാണ് എല്ലാ കാര്യങ്ങളും നിലകൊള്ളുന്നത്. വൽ യഖീനു ഖരീനു തവക്കുൽ. യഖീൻ എന്നുള്ളത് തവക്കുലിനോട് ചേർന്നിട്ടുള്ള കാര്യമാണ്. അഥവാ അള്ളാഹുവിനോട് ബരമേൽപ്പിക്കുന്നതിനോട് ചേർന്നിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൽ ദൃഢത ഉണ്ടാവുക എന്നത്. വലിഹാദ, അതുകൊണ്ടാണ് ഫുസ്സിറ തവക്കുൽ ബിഖുവ്വത്തിൽ യഖീൻ. അതുകൊണ്ടാണ് സലഫുകൾ ഉലമാക്കൾ തവക്കുലിനെ തഫ്സീർ ചെയ്തത് എന്ത് പറഞ്ഞുകൊണ്ട്? ഖുവ്വത്തുൽ യഖീൻ. ഒരാൾക്ക് തവക്കുൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന കാര്യം എന്താണ്? ഖുവ്വത്തുൽ യഖീൻ, ദൃഢതയിൽ, യഖീനിൽ ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തവക്കുൽ കൂട്ടേണ്ടത്, പലർക്കും അറിയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ യഖീൻ ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് തവക്കുൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു സാമ്പത്തിക ആവശ്യം വന്നു. പെട്ടെന്ന് നമുക്കൊരു സാമ്പത്തിക ആവശ്യം വന്നു. അപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി നമുക്കറിയാം അയാൾ വലിയ സമ്പന്നനാണ്, അയാളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സൗകര്യങ്ങളുണ്ട്, നമുക്കറിയാം. അയാൾ പറഞ്ഞു ഇതൊരു പേടിയും പേടിക്കണ്ട, ഞാൻ ഉണ്ടാവും എൻ്റെ ഒപ്പം, നാളെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ വന്നാൽ മതി, ഞാൻ എത്ര പണം തരാമെന്ന് പറഞ്ഞു. അതേപോലെ വേറൊരാൾ അയാളെ പറ്റി നമുക്കൊന്നും അറിയില്ല. അയാളുടെ സാമ്പത്തിക സ്ഥിതി അറിയില്ല, അയാളുടെ കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ കാര്യമായ ഒരു ഇതുമില്ല, അല്ലെങ്കിൽ പോട്ടെ ഇനി അതല്ലെങ്കിൽ അയാൾ ദുർബലനാണ്, അയാളെ കയ്യിൽ വലിയ സമ്പത്ത് ഇതൊന്നുമില്ല എന്നറിയാം. അയാൾ വന്നിട്ട് നമ്മളോട് പറയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്നാൽ മതി, പിന്നെ ഞാൻ ഉണ്ടാവും എന്നെനിക്ക് പറയാം. ഈ രണ്ടാളുകൾ പറഞ്ഞ ഏത് വാക്കിനോട് നമുക്ക് സമാധാനം കിട്ടുക? ഏതിനെ നമ്മൾ ആശ്രയിക്കുക? സംശയമില്ല, ആരോടായിരിക്കും? നമുക്ക് ഉറപ്പുള്ള ഒരാളുടെ മേലായിരിക്കും. അതായത് നമുക്കറിയുന്ന, നമ്മെ സഹായിക്കാൻ കഴിവുള്ള എല്ലാ ശേഷിയുള്ള ഒരാളുടെ മേലെയാണ് നമുക്ക് ഉണ്ടാവുക. കാരണം എന്താണ്? നമുക്ക് അയാൾ ദൃഢമായ വിശ്വാസമുണ്ട്, അയാളുടെ ഈ കാര്യങ്ങൾ ഉണ്ട്, നമുക്കറിയാം, അതിലുള്ള ബോധം നമുക്കുണ്ട്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ആളെന്താണ്? അയാൾ നമുക്ക് ദൃഢതയില്ല, അങ്ങനെ അയാളെ കുറിച്ച് അറിയില്ല. അപ്പോൾ യഖീൻ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് തവക്കുൽ ഉണ്ടാവുക. യഖീൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആരാണോ നമ്മൾ യഖീൻ വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിലാണോ യഖീൻ വെക്കുന്നത്, അയാളെ കുറിച്ച് അറിവുണ്ടാകുമ്പോഴാണ്. ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും കഴിവും ശക്തിയും എല്ലാം മനസ്സിലാകുന്ന, അള്ളാഹുവിനെ അറിയുന്ന ഒരാൾക്കാണ് യഖീൻ ഉണ്ടാവുക. ആ യഖീനുള്ള ഒരാൾക്കേ തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പൊ യഖീനും തവക്കുലും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. വസ്സവാബ്, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു ഇതിന്റെ ശരിയായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യഖീനും തവക്കുലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന തവക്കുല സമറതുഹു വനതീജതുഹു. തവക്കുൽ എന്ന് പറയുന്നത് ഒരു റിസൾട്ട് മാത്രമാണ്, ഒരു കാര്യം കൊണ്ട് നേടുന്ന ഒരു റിസൾട്ട് മാത്രമാണ് തവക്കുൽ എന്നുള്ളത്. അഥവാ യഖീനിന്റെ റിസൾട്ടാണ് തവക്കുൽ. യഖീൻ ഉണ്ടെങ്കിലേ തവക്കുൽ ഉണ്ടാവുകയുള്ളൂ. തവക്കുല് അടിസ്ഥാനമല്ല, യഖീന് കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടവും റിസൾട്ടുമാണ് തവക്കുൽ. വലിഹാദാ ഹസന ഖിത്റാനുൽ ഹുദാ ബിഹി. അതുകൊണ്ട് തന്നെയാണ് ഇതിനോട് ഹിദായത്തിനെയും ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അഥവാ യഖീനോട് തവക്കുലിനെയും തവക്കുലിനെ ഹിദായത്തിനോടൊക്കെ ചേർത്തി പറയാനുള്ള കാരണം അതാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നംലിലെ 97-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖ്ഖിൽ മുബീൻ. നീ അള്ളാഹുവിന്റെ മേലെ തവക്കുൽ ചെയ്യുക, നീ നേരെയായിട്ടുള്ള പാതയിലാണ്, ഹഖിലാണ്, ശരിയായ വ്യക്തമായ മാർഗത്തിലാണെന്ന് പറഞ്ഞു. ഫൽ ഹഖ്, ഇബ്നു ഖയ്യിം പറയുന്നു, ഇവിടെ ഹഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവൽ യഖീൻ, അത് യഖീനാണ്.
അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പറയുന്നത് യഖീനുള്ള ആളുകളോടാണ്, അല്ലെങ്കിൽ യഖീൻ ഉണ്ടാവുമ്പോഴാണ് ആ തവക്കുൽ പരിപൂർണമാകുന്നത്. വഖാലത്ത് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലുകൾ പറഞ്ഞ സൂറത്ത് ഇബ്രാഹിമിലെ 21-ാമത്തെ ആയത്തിൽ കാണാം, വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലനാ. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അള്ളാഹു തവക്കുൽ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകിയ അവനാണ്. അതായത് അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവാണ് എനിക്ക് ഗുണവും ദോഷവും വരുത്തുന്നത്, അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങൾ നിയന്ത്രണം എന്നുള്ള വിശ്വാസത്തിലേക്ക് ഹിദായത്ത് നൽകിയ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് തടസ്സമാണുള്ളത്? അപ്പൊ യഖീൻ ഉണ്ടാവുമ്പോഴാണ് തവക്കുൽ ശരിയായ രീതിയിൽ ഉണ്ടാവുക. ومتى وصل اليقين الى القلب امتلأ نورا واشراقا. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഒരാളുടെ കൽബിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും യഖീൻ ഉണ്ടാകുമ്പോൾ അവന്റെ കൽബിൽ പ്രകാശം കൊണ്ടും തെളിച്ചം കൊണ്ടും അത് നിറയും, പ്രകാശം കൊണ്ടും നിറയും. വൻതഫഅ അൻഹു കുല്ലു റീബിൻ വശക്കിൻ വസഖ്തിൻ. എല്ലാ സംശയങ്ങളും എല്ലാ ഇഷ്ടക്കേടുകളും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയെ തൊട്ടുള്ള ഇഷ്ടക്കേടുകളും സംശയങ്ങളും എല്ലാം നീങ്ങിപ്പോകും. വഹമ്മിൻ വഗമ്മിൻ, നിരാശയും അതുപോലെ തന്നെ ബേജാറും ടെൻഷനും എല്ലാം നീങ്ങിപ്പോകും. ഫംതലഅ മഹബ്ബതൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതിൽ നിറയും. വഖൗഫൻ മിൻഹു വറിളൻ ബിഹി, അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിനോടുള്ള തൃപ്തിയും നിറയും. വശുക്രൻ ലഹു, അള്ളാഹുവിനോടുള്ള നന്ദി അവൻ കാണിക്കും. വതവക്കുലൻ അലൈഹി, അള്ളാഹുവിൽ അവൻ ബലമേൽപ്പിക്കും. വൈനാബത്തിൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് അവൻ മടങ്ങും. ഫഹുവ മാദത്തു ജമീഇൽ മഖാമാതി വൽ ഹാമിലി ലഹാ, ഇത് എല്ലാ മക്കാമുകളെയും മറ്റുള്ള മക്കാമുകളെല്ലാം താങ്ങി നിർത്തുന്ന ഒരു കാര്യമാണ് യഖീൻ എന്നുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാവുക എന്നത്. വഖ്തുലിഫ ഫീഹി ഹൽ ഹുവ കസ്ബിയുൻ ഔ മൗഹബിയുൻ. ഇനി സലഫുകൾക്കിടയിൽ ഒരു ചർച്ച യഖീനിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ളത്, ഈ യഖീൻ എന്നുള്ളത് ഒരാൾ അവന്റെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതാണോ, കസ്ബിയായി നേടിയെടുക്കുന്നതാണോ, അതല്ല മൗഹബിയുൻ അള്ളാഹു തആല അവന്റെ ഒരു ഹിബയായിട്ട് ചില ആളുകൾക്ക് നൽകിയിട്ടുള്ളതാണോ? നമ്മൾ ഖുലുഖിന്റെ മഞ്ജിലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വഭാവത്തിന്റെ മഞ്ജിലത്തിൽ പറഞ്ഞു. സ്വഭാവം എന്തുണ്ടാവും? തബഈ ആയതുണ്ടാവും, കസ്ബി ആയതുണ്ടാവും. പ്രകൃതിയെ അള്ളാഹു നൽകിയിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാകും, നേടിയെടുക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാവും. അതുപോലെ യഖീൻ എന്നുള്ളത് ഒരാൾക്ക് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം കസ്ബി ആയതാണോ അതല്ല മൗഹബി ആയതാണോ, അവൻ നേടിയെടുക്കുന്നതാണോ അതല്ല അവന് ഹിബയായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളതാണോ? ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ആ ഒരു മസ്അലയിൽ ആ മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. മദാരിജ് സാലിക്കിന്റെ കിതാബിൽ ആ മസ്അല ചർച്ചയുണ്ട്. ഇതിൽ അതിന്റെ ആകത്തുക മാത്രം പറയാണ്. അന്നഹു കസ്ബിയുൻ ബിഇഅ്തിബാരി അസ്ബാബിഹി വമൗഹബിയുൻ ബിഇഅ്തിബാരി നഫ്സിഹി വദാതിഹി. അസ്ബാബുകളെ വെച്ചുകൊണ്ട്, അഥവാ യഖീൻ നേടാൻ ആവശ്യമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അത് നേടുന്നതിലൂടെ അതിന് പണിയെടുക്കുന്നതിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾക്ക് അവന്റെ സ്വന്തത്തിൽ തന്നെ അവനിൽ ദൃഢമായിട്ടുള്ള ദൃഢത എന്നുള്ള കാര്യത്തെ അള്ളാഹു തആല ഹിബയായിട്ട് നൽകുന്നുണ്ടാവും. രണ്ട് രീതിയിലും അതുണ്ടാകും. ഖാൽ ജുനൈദ് റഹിമഹുല്ലാഹ്, ജുനൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ യഖീൻ, യഖീൻ എന്നാൽ ഹുവ ഇസ്തിഖ്റാറുൽ ഇൽമി അല്ലദി, സ്ഥിരമായിട്ടുള്ള ഒരു ഇൽമാണ്, അറിവാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു ഇൽമാണ്. അല്ലദി ലാ യൻഖലിബു വലാ യുഹവ്വലു, അതെങ്ങനെയുള്ളതാണ്? അതിന് ഒരു മാറ്റവും വരില്ല, അത് മാറിപ്പോവില്ല, ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു വ്യത്യാസമോ ഉണ്ടാവില്ല. ആ ദൃഢമായിട്ടുള്ള വിശ്വാസം, ആ അറിവ് എപ്പോഴും ഉണ്ടാകും. വലാ യതഗയ്യറു ഫിൽ ഖൽബ്, ഖൽബിൽ നിന്ന് അത് മാറ്റം വരുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഉറച്ചൊരവസ്ഥക്കാണ് യഖീൻ എന്ന് പറയുക. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും അള്ളാഹുവിന്റെ സിഫത്തുകളും ഫിഅലുകളും എല്ലാം നമുക്ക് അറിയുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ ഇൽമിൽ യഖീൻ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് എന്തുണ്ടാവും? ചില സന്ദർഭങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ അത് ഒരേപോലെ തുടർന്നു പോകുന്നതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ. വഖാല ബഅ്ദുഹും, സലഫുകൾ ചില പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാറ ഹഖീഖതൻ, ചില സലഫുകൾ പറഞ്ഞു കാണാം, ഞാൻ യഥാർത്ഥത്തിൽ തന്നെ നരകവും സ്വർഗ്ഗമൊക്കെ കാണുകയുണ്ടായി. ഖീല ലഹു വകൈഫ, അവ ചോദിച്ചു അവരോട്, എങ്ങനെ നിങ്ങൾ കാണുക? കാണാൻ സാധിക്കൂലല്ലോ, നിങ്ങൾ എന്തേ പറയുന്നത്? ഖാല, അപ്പോൾ അവർ പറഞ്ഞു, റഅയ്തുഹുമാ ബിഐനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിലൂടെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കണ്ടിട്ടുണ്ട്? സ്വർഗ്ഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൂടെയാണ് ഞാൻ കണ്ടത്. വറുഇയതി ലഹുമാ ബിഐനൈഹി ഔസഖു ഇൻദി മിൻ റുഇയതി ലഹുമാ ബിഐനയ്യ. എന്നിട്ട് അദ്ദേഹം പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ കൊണ്ട് ഞാനത് കാണലാണ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതിനേക്കാൾ എനിക്ക് ഉറപ്പായിട്ടുള്ളത്. അഥവാ നബി സ്വല്ലല്ലാഹു സത്യപ്പെടുത്തുക എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യത്തിൽ അത്രത്തോളം യഖീൻ എനിക്കുണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ദൃഢമായിട്ട് ഞാൻ ആ കാര്യം വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം അറിയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശേഷണം എന്നെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ ഞാൻ സത്യപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തുന്നു, അതിൽ അത്രത്തോളം ദൃഢതയോടുകൂടി എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ഫഇന്ന ബസ്രീ ഖദ് യഖ്തി വയസീഖ് ബിഖിലാഫി ബസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്റെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റാം, അത് ചിലപ്പോൾ മാറിപ്പോകാം, പിന്നെ അങ്ങനെ പലതും ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ടം അങ്ങനെയാകില്ല. അപ്പൊ ദൃഢത അത്രത്തോളം ആ ഉന്നതമായ അവസ്ഥയിൽ യഖീനിനെ പറ്റി സംസാരിച്ചതാണ്. വൽ യഖീൻ യഹ്മിലു അലൽ അഹ്വാൽ. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഒരാൾക്ക് ഈ ദൃഢമായ വിശ്വാസത്തിൽ ദൃഢത ഉണ്ടാകുമ്പോൾ ഏതൊരു ഭയാനകമായ അവസ്ഥയിലും മുന്നോട്ട് പോകാൻ സാധിക്കും. അഥവാ ഒരാൾ ദീനിയായിട്ട് ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് നമ്മുടെ ദീന് മുറുകെ പിടിക്കാൻ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പുറത്തു നിന്നുള്ള ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല ഭയാനകമായ അവസ്ഥകൾ ഉണ്ടാകാം. അവിടെ മുന്നോട്ട് പോകാൻ അവനെ സഹായിക്കുന്നത് യഖീനാണ്. റുകൂബിൽ അഖ്താർ, അതുപോലെ തന്നെ ഭയപ്പാടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ട് പോകാൻ. വഹുവ യഅ്മുറു ബിത്തഖദ്ദുമി ദായിമൻ. കാരണം യഖീൻ എന്നുള്ളത് മുന്നിടാൻ വേണ്ടി എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, ഒരു മുന്നോട്ട് പോകാൻ വേണ്ടി എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വഇല്ലം യുഖാരിൻഹു ബിൽ ഇൽം ഹമല അലൽ മുആഖബ്. എന്നാൽ അവന് അറിവില്ല, യഖീനുണ്ട്, ഒരാൾ മുന്നോട്ട് പോകാനുള്ള പ്രേരണ അവനുണ്ടാകും. അവൻ അറിവില്ല എങ്കിൽ അവൻ എവിടെയെങ്കിലും വല്ല കുഴിയിൽ ചെന്ന് ചാടുന്ന അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ കുഴപ്പമുള്ള സ്ഥലത്ത് എത്തുന്ന അവസ്ഥ ഉണ്ടാവുക. അതായത് യഖീൻ ഉണ്ടാകണം, പക്ഷെ ആ യഖീന് മാത്രമായാലോ ആവേശമായിരിക്കും, അവർക്ക് ആവേശം ഉണ്ടാവുക, അവർ മുന്നോട്ട് പോകും. കാരണം യഖീൻ എന്തെല്ലാം മുന്നോട്ട് നയിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് ഇൽമില്ല എങ്കിൽ എന്താകും, അത് പിഴച്ച വഴിയിലാണ് പോവുക. എന്നിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാണ്, വൽ ഇൽമു, രണ്ടും ഒപ്പം വേണം, യഖീനും ഇൽമും വേണം എന്നുള്ളതിന് പറയാണ്. വൽ ഇൽമു യഅ്മുറു ബിത്തഅഖുരി വൽ ഹിജാം. ഇൽമ് എന്നുള്ളത് അഥവാ ഒരാൾക്ക് അറിവുണ്ട് എങ്കിൽ ആ ഇൽമ അവന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് കാര്യങ്ങൾ പരിഗണിച്ച് ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് യഖീനുണ്ട്, നല്ല ദൃഢതയുണ്ട് കാര്യങ്ങളിൽ, അവൻ എപ്പോഴും മുന്നിട്ടുകൊണ്ടിരിക്കും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെയ്യാം, അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസമുള്ള ഒരാൾ ഏത് കാര്യത്തിനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇൽമ് മാത്രമാണ് എങ്കിൽ ആ ഇൽമ് എന്നുള്ള കാര്യം ഒരാളെ നയിക്കുന്നത് തഅഖുറിലേക്കും ഇഹ്ജാമിലേക്കുമാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആവേശത്തോടു കൂടിയല്ലേ ചെയ്യേണ്ടത്, കുറച്ച് പക്വതയോടുകൂടി ആലോചിച്ചിട്ടും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടാവുക. യഖീന് പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നതും ഇൽമു ഒരു കാര്യത്തെ ആലോചിച്ച് ചെയ്താൽ മതി എന്നുള്ള നിലക്കാണ്. എന്നിട്ട് പറയാണ് ഫഇല്ലം യസ്ഹബ്ഹുൽ യഖീനു ഖഅദ ബിസാഹിബിഹി അൽ മകാസിബ് വൽ ഗനായിം. ഈ ഇൽമിനോടൊപ്പം യഖീൻ ഇല്ല എങ്കിൽ അവൻ എന്ത് ചെയ്യും, ഈ ഇൽമു മാത്രമാണ് ഒരാൾക്കുണ്ട് എങ്കിൽ അവൻ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും നേടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവിടെ നിൽക്കാനുണ്ടാവുക. അതായത് ഒരാൾക്ക് അള്ളാഹുവിലും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളിലും യഖീൻ ഉണ്ട് എങ്കിൽ അവൻ പല കാര്യങ്ങൾക്കും മുന്നിടും. അവന് എളുപ്പത്തിൽ പറഞ്ഞ ഒരു ആവേശം ഉണ്ടാവും. യഖീനുള്ള ഒരാൾക്ക്, അതായത് ഞാൻ മരിക്കും, എനിക്ക് പരലോകമുണ്ട്, സ്വർഗമുണ്ട്, ഇതുണ്ട്, ഒരു യഖീന് ഉറച്ച ഒരാൾക്ക് എന്താണ് ആവേശം ഉണ്ടാവുക, കാര്യങ്ങൾക്ക് ആവേശം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കിയാൽ, ഈ ഒരുപാട് കാലം ജാഹിലിയത്തൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഹിദായത്ത് കിട്ടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ആവേശം ഉണ്ടാവും. അവരെന്തിനും തയ്യാറായിരിക്കും, അവർ എന്തിനും മുന്നിടുന്ന അവസ്ഥ ഉണ്ടാവും. ആ ഒരു യഖീൻ അവർക്കുണ്ടാവും, ആ ഒരു പ്രേരണ അവർക്കുണ്ടാകും. എന്നാൽ എൽമി ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവില്ല, എൽമി ആയിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. എന്നാൽ യഖീനിൽ വലിയ കാര്യമില്ലാത്ത ഇൽമിൽ മാത്രം ഒഴുകി നിൽക്കുന്ന ആളുകൾക്ക് എന്തൊരു കാര്യം ചെയ്യാനൊരു പേടിയായിരിക്കും. മുന്നോട്ടൊരു കാര്യത്തിന് പോകുമ്പോൾ അത് അങ്ങനെ ചെയ്ത് അങ്ങനെ വരും, അത് അങ്ങനെ വരും, അപ്പോൾ ഒന്നും ചെയ്യാതെ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇൽമുണ്ട്, യഖീനില്ല എങ്കിൽ ഒന്നിലേക്കും മുന്നിടാൻ പറ്റൂല. യഖീനുണ്ട്, ഇൽമില്ല എങ്കിൽ എല്ലാത്തിലും പോയി ചാടും, എവിടെ പോയി വീഴാന്ന് പറയാൻ പറ്റൂല. എന്നാൽ ഇൽമും യഖീനും ഒപ്പം ഉണ്ടാകുമ്പോഴാണ് അവൻ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക. ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കാര്യങ്ങൾ ചെയ്യാനും അവന് ആവേശവും താല്പര്യവും ഉണ്ടാകും. അവന്റെ ഇൽമ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളതിലേക്ക് അവന് നിയന്ത്രിക്കുകയും ചെയ്യും. ഇതാണ് ഇൽമിന്റെയും യഖീനും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരാളുടെ അവസ്ഥ ഉണ്ടാവുക. നമ്മൾ ചുറ്റും കാണുന്നതാണ്. പല ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല ചെറുപ്പക്കാരും യഖീന്റെ അവസ്ഥയിൽ അവർ മുന്നോട്ട് പോകും, പക്ഷെ അവർക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല.
ചില ആളുകൾ അവർ ഇൽമിന്റെ അവസ്ഥയിൽ അവരിങ്ങനെ നിൽക്കും, അവരൊരു കാര്യം മുന്നോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കൂല. ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഒരാൾ ദീനിൽ മുന്നേറുക. എന്നിട്ട് പറയുകയാണ്, യഖീനുമായി ബന്ധപ്പെട്ട് 3 പദങ്ങൾ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുണ്ട്. ആ 3 കാര്യങ്ങളെ പറ്റി പറയുന്നു. വൽ ഫർഖു ബൈന ഇൽമിൽ യഖീൻ വ ഐനിൽ യഖീൻ വ ഹഖ്ഖിൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 യഖീനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇൽമുൽ യഖീനും ഐനുൽ യഖീനും സൂറത്തു തകാസുറിലെല്ലാം പരാമർശിച്ചതുപോലെ, അതുപോലെ ഹഖ്ഖുൽ യഖീൻ ഖുർആനിൽ 2 സൂറത്തുകളിലായിക്കൊണ്ട് ഹഖ്ഖുൽ യഖീനെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. കൽ ഫർഖി ബൈനൽ ഖബ്രി സ്വാദിഖ് വൽ ഇയാൻ വ ഹഖ്ഖുൽ യഖീൻ ഫൗഖ ഹാദാ. ഈ 3 എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ ഒരു അറിയിപ്പും കണ്ണുകൊണ്ടുള്ള കാഴ്ചയും അതിനേക്കാൾ മുകളിലുള്ള ഒന്നും. അതായത് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ അറിഞ്ഞു, ഒരറിവ് നമുക്ക് കിട്ടി, അതിനെ സത്യപ്പെടുത്തുന്നതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ കണ്ടുകൊണ്ട് ബോധ്യപ്പെടുന്നതാണ് ഐനുൽ യഖീൻ. ഹഖ്ഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അതിന് മേലെ. ഉദാഹരണം കൊടുക്കുന്നുണ്ട്. വഖദ് മുസ്തിലത് അൽ മറാത്തിബു സലാസ് മിമൻ അഖ്ബറക്. ഈ അറിയിച്ച കാര്യങ്ങൾ അഥവാ ഈ 3 യഖീന്റെ അവസ്ഥ, ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ഇൻദഹു അസലൻ, ഒരാൾ വന്ന് പറയാണ് അയാളുടെ കയ്യിൽ തേനുണ്ട്. അയാൾ എന്ത് പറഞ്ഞു? അയാൾ നമുക്ക് വിശ്വാസമാണ്. വൻ ലാ തശുക്കു ഫീ സിദ്ഖിഹി, അവന്റെ സത്യസന്ധതയിൽ യാതൊരു സംശയവുമില്ല. എനിക്കില്ല. അതായത് ഒരാൾ വന്നിട്ട് പറയാണ് എന്റെ അടുക്കൽ തേനുണ്ട്, തേൻ ഇങ്ങനെയാണ്, മധുരമുള്ളതാണ്, ഇങ്ങനെ കാര്യങ്ങളാണൊക്കെ പറഞ്ഞു, തേനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ അറിയിച്ച കാര്യം നമുക്ക് സംശയമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൽമുൽ യഖീന, അയാളെ ഉണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടി. സുമ്മ അറാക ഇയ്യാഹു ഫസ്ദത്ത യഖീനൻ, പിന്നെ അവന് നിനക്കത് കാണിച്ചു തന്നു. അപ്പൊ എന്തായി? കണ്ണുകൊണ്ട് കണ്ടു, അത് നമുക്ക് എന്തായി? കൂടുതൽ ദൃഢമായ വിശ്വാസമായി. സുമ്മ ദുഖ്ത മിൻഹു, പിന്നെ അതിന് ടേസ്റ്റ് നോക്കി. അതായത് ഒന്ന് തേനുണ്ട് എൻ്റെ കയ്യിൽ, അങ്ങനെ ഒരു ദ്രാവക രൂപത്തിലാണ്, ഇങ്ങനെ നിറത്തിലാണ് ഉണ്ടാവുക, അതിന് ഇന്ന രുചിയാണ് ഉണ്ടാവുക, മധുരം ഉണ്ടാവുക എന്നൊക്കെ ഒരാൾ സത്യസന്ധനായ ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അതിനെ കാണിച്ചു തരികയാണ്. ഇതാണ് ആ സാധനം. ഒരു സ്പൂണിലൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്തായി? അത് ഐനുൽ യഖീനായി. മൂന്നാമത്തേതായി നമുക്ക് ടേസ്റ്റ് വെക്കാൻ തരുമ്പോൾ ആ ടേസ്റ്റ് നോക്കുമ്പോൾ എന്തായി? ഹഖ്ഖുൽ യഖീനായി. ഏത് സാധനം, ഇപ്പൊ തീയാവട്ടെ വെള്ളമാവട്ടെ, ഏത് സാധനം അങ്ങനെ തന്നെ. فالأول علم اليقين، ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ. والثاني عين اليقين, രണ്ടാമത്തേത് ഐനുൽ യഖീൻ. والثالث حق اليقين, മൂന്നാമത്തേത് ഹഖ്ഖുൽ യഖീൻ. ഹഖ്ഖുൽ യഖീനാണ് മൂന്നാമത്തേത്. فعلمنا الآن بالجنة والنار, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ്, നമ്മുടെ അറിവ് ഇപ്പോൾ നമുക്ക് സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവ് ഇത് ഏതിലാ പെടുക? ഇൽമുൽ യഖീനാണോ, ഐനുൽ യഖീനാണോ, ഹഖ്ഖുൽ യഖീനാണോ? ഇൽമുൽ യഖീനാണ്. കാരണം നമുക്ക് അറിവാണുള്ളത്, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നതിനെ കുറിച്ചുള്ള സത്യസന്ധനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾ, അല്ലെങ്കിൽ ഖുർആനിലെ ഖബറുകൾ നമ്മൾ സത്യപ്പെടുത്തുന്നു. ഇൽമുൽ യഖീൻ, അത് ഇൽമുൽ യഖീനാണ്. فإذا أزلفت الجنة في الموقف وشاهدها الخلائق, നാളെ പരലോകത്ത് വിചാരണയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ സ്വർഗത്തെ കാണിക്കുന്ന സന്ദർഭത്തിൽ സൃഷ്ടികൾ ആ സ്വർഗത്തെ കാണുമ്പോൾ വബുരിസത്തിൽ ജഹീമു വആയനഹാ അൽ ഖലായിഖ്, അതുപോലെ തന്നെ നരകത്തിനെ വെളിവാക്കുമ്പോൾ അതിനെ സൃഷ്ടികൾ കാണുമ്പോൾ ഫദാലിക ഐനുൽ യഖീൻ, അതെന്താണ്? ഐനുൽ യഖീനാണ്. ഫഇദാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്കും വഹലുൻ നാരി അന്നാർ, നരകാവകാശികൾ നരകത്തിലേക്കും പ്രവേശിക്കപ്പെടുമ്പോൾ ഫദാലിക ഹീനഇദിൻ ഹഖ്ഖുൽ യഖീൻ, അപ്പോഴാണ് അവർക്ക് എന്തുണ്ടാവുന്നത്? ഹഖ്ഖുൽ യഖീൻ ഉണ്ടാകുന്നത്. ഹഖ്ഖുൽ യഖീൻ, ഈ 3 എണ്ണമാണ് യഖീന്റെ ദർജകൾ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫവായിദിൽ ഈ ഐനുൽ യഖീനിനെ 2ആയി കൂടി വേർതിരിക്കുന്നുണ്ട്. ഐനുൽ യഖീൻ എന്നുള്ളത് 2 തരത്തിലാണ് എന്ന നിലക്ക് വേർതിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐനുൽ യഖീൻ 2 തരം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സാധാരണയുള്ള കണ്ണുകൊണ്ട് കാണുന്നത്, 2 ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ ഇൽമുൽ യഖീനിൽ ഒന്നുകൂടിയും ഉയർന്ന അവസ്ഥ, എന്നാൽ ഐനുൽ യഖീന്റെ കണ്ണുകൊണ്ട് കാണുന്നിടത്ത് നേരെ കാണുന്നതിലേക്ക് എത്താത്ത അവസ്ഥ, അഥവാ അത്രത്തോളം ദൃഢമായ ഒരു അവസ്ഥ ഇൽമുൽ യഖീനിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തെ പറ്റിയോ നരകത്തെ പറ്റിയോ പരലോകത്തെ പറ്റിയോ എല്ലാം കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഉണ്ടാകുന്ന അവസ്ഥ, അതിനാണ് ഐനുൽ യഖീൻ, ഖൽബ് കൊണ്ടുള്ള ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. അത് ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അഥവാ അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ
ആ ഖുർആനിലെ ആയത്തുകളിലൂടെ സ്വർഗവും നരകവും എല്ലാം അവരുടെ ഖൽബ് കൊണ്ട് കാണുന്ന അവസ്ഥയിലാണ് അവരുണ്ടാവുക എന്നുള്ളത്. അടുത്ത് മൻസിലത്തു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദർസിൽ നമുക്കത് വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين.